ഹലോ വ്യൂസ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപർകളെ, മേരെ സാത്തിയോ. ടുഡേ I am giving you a +2 English. It's a poem. It's Mending Boy. It's very renowned poet, Robert Frost. He's an American poet. Okay, just look about the poet, because it will come in your exam to write a profile. അതൊരു പ്രൊഫൈലായി വരും നിങ്ങളുടെ എക്സാമിന്. സോ ഇത് വളരെ ശ്രദ്ധിക്കാം. റോബർട്ട് ഫോസ്റ്റ് 1874 to 1963. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം 1874 മരിച്ചത് 1963. ഇറ്റ്സ് ആൻ അമേരിക്കൻ പോയിറ്റ്. അറിയാം, ഒരു അമേരിക്കൻ പോയിറ്റാണ്. ഹീ ഈസ് വെൽ നോൺ ഫോർ ഹിസ് പോയംസ് വിച്ച് ആർ ഇൻ കൊളോക്കിയൽ സ്റ്റൈൽ. അല്ല, കൊളോക്കിയലായിട്ടാണ് പറഞ്ഞാൽ ഒരർത്ഥമായിരിക്കും വിചാരിക്കുക, അതിന് പല അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്താം. ദാറ്റ്സ് കൊളോക്കിയൽ സ്റ്റൈൽ. അങ്ങനെയുള്ള കവിതകളാണ് അദ്ദേഹത്തിൻ്റെ. ഹിസ് പോയംസ് ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് ഇൻ വിസ്ഡം. ഡിലൈറ്റ് വളരെ സന്തോഷകരമായി ആരംഭിക്കുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾ. അവസാനിക്കുന്നതോ വളരെ അറിവോടുകൂടി, വളരെ ജ്ഞാനത്തോടു കൂടി എന്നൊക്കെ പറയാം. ദാറ്റ്സ് ഹിസ് സ്പെഷ്യാലിറ്റി. കാരണം എല്ലാവർക്കും കിട്ടാത്തൊരു അനുഗ്രഹമാണ് അത്, കേട്ടോ, ഈ റൈറ്റിംഗ്. Because in Malayalam, so many famous or renowned writers, and also in our language. നമ്മൾ മറന്നു പോകരുത്. എനിവേ, അതുപോലെ നോക്കാം. Then he has received the Pulitzer Prize a number of times. പുലിറ്റ്സർ സമ്മാനം ഒരുപാട് തവണ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോയാണ് കേട്ടോ. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ഒരു ലൈൻ ഉണ്ട് അതിൽ, അല്ലേ? ഒരുപാട് മൈലുകൾ താണ്ടേണ്ടതായിട്ടുണ്ട് എനിക്ക്. ഉറങ്ങല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും ജീവിതത്തിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ റോഡ് നോട്ട് ടൈക്കൺ, 2 roads ഡൈവേഴ്സ്ഡ് ഇൻ എ വാച്ച്. അപ്പോൾ 2 റോഡുകൾ അദ്ദേഹത്തിന് ഏതിയെ പോകണമെന്നറിയില്ല. കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ഓരോ വഴികൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. വളരെ വായിച്ചിരിക്കുന്ന കവിതകളാണ് കേട്ടോ. അതുപോലെ Jawaharlal Nehru has had these lines inscribed and kept on his table. അപ്പോൾ നമ്മളുടെ പഴയ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ വരികളൊക്കെ വിവരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ലൈനുകൾ. The woods are lovely, dark and deep, and I have promises to keep. ഇതിലുള്ളതാണ് കേട്ടോ. ഏതെല്ലാം റോഡ് നോട്ടായിട്ടുള്ള ലൈൻസാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അതൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ഇത് പ്രൊഫൈലായിട്ട് വരും. So you should have write including these things when you are writing. Okay, അപ്പോൾ ഞാൻ നീട്ടുന്നല്ലേ, നമുക്ക് കവിതയിലേക്ക് കൂടുതലായി കിടക്കാം. പറയാൻ കാരണം പറയാമല്ലേ, 2 അയൽക്കാർ തമ്മിലുള്ള പ്രശ്നമാണ്. There is no need for a wall between them. ഒരാവശ്യമില്ല അവരുടെ ഇടയിൽ ഒരു മതിൽ, അല്ലേ? But always you see in our life, in our times, or in our days, in our living. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിലെ ഡെയിലി ലൈഫ് വി ഷുഡ് ഹാവ് ടു സീ ദിസ് കൈൻഡ് ഓഫ് തിങ്സ്, അല്ലേ? നമുക്കറിയാം അയൽക്കാർ തമ്മിലൊരു വാളിൻ്റെ ആവശ്യമില്ല. ബട്ട് എവറി മോർണിംഗ് ഇറ്റ് ഹാസ് ബ്ലോക്ക്, അല്ലേ? എപ്പോഴും രാവിലെ നോക്കുമ്പോൾ തകർന്ന് കിടക്കണമാണ്. മനസ്സിലായില്ലേ? 2 ആൾക്കും 2 യാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്നും അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. Then I will see you my next video. I will continue this class. Okay, thank you everyone.